3 പേരുടെ വിയോഗം തീർത്ത ഞെട്ടൽ ആശ്വാസത്തിലേക്ക് വഴിമാറി. നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിന് ഇത് നെടുവീർപ്പിന്റെ മണിക്കൂറുകൾ. ചെന്താമരയ്ക്ക് തൂക്കുകയർ പ്രതീക്ഷിച്ചിരുന്നതായി നാട്ടുകാരും പൊതുപ്രവർത്തകരും. രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് നെന്മാറയ്ക്കടുത്ത നെല്ലിയാമ്പതി എന്ന വശ്യസുന്ദര മലനിരകൾ. നിരവധി സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നയിടം. ഇവിടെയടുത്ത് പോത്തുണ്ടി ബോയൻ നഗർ എന്ന താഴ്വാര ഗ്രാമം മറ്റൊരു പേരിൽ രാജ്യത്ത് ശ്രദ്ധാകേന്ദ്രമാകുമെന്ന് ഈ നാട്ടുകാരും ധരിച്ചിരുന്നില്ല. നിത്യനിദാന ചെലവിന് പോലും പ്രയാസപ്പെടുന്ന ഈ ഗ്രാമത്തിലെ മനുഷ്യർക്കിടയിൽ രാജ്യം കണ്ട അതിക്രൂരനായ ഒരാൾ മറഞ്ഞിരിപ്പുണ്ടെന്ന് ആരും അറിഞ്ഞുമില്ല. 2019 സ്വന്തം ഭാര്യ പിണങ്ങിപ്പോയതിലുള്ള സംശയത്തിൽ അയൽവാസിയായ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ചെന്താമര പിന്നീട് 2 കൊലപാതകങ്ങൾ കൂടി നടത്തുകയായിരുന്നു. അതിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മോചിതരായിട്ടില്ലാത്ത പ്രദേശവാസികൾക്ക് നടുവിലേക്കാണ് പ്രതിക്ക് വധശിക്ഷ ലഭിച്ചുവെന്ന വാർത്ത എത്തുന്നത്. വിധിയെക്കുറിച്ച് ആശ്വസിക്കുമ്പോഴും പലരിലും ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ഇനിയും പുറത്തിറങ്ങിയാൽ ചെന്താമര വീണ്ടും കൊലപാതകം നടത്തുമെന്ന ഭീതി. പ്രതിയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ടാണിതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം എം മനു പറയുന്നു. എന്തായാലും വധശിക്ഷ എന്തായാലും ഇവിടുത്തെ ആളുകൾക്കുൾപ്പെടെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിലപാടാണ് നീതിപീഠം സ്വീകരിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ ആളുകളുടെ അടുത്തും കുഞ്ഞു കുട്ടികളുടെ അടുത്തും വരെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു. അത് സത്യത്തിലൊരു അഭിനയമാണ്, അതൊരു അഭിനയമാണ്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് ഇവിടെ ഇങ്ങനെ ഈ സംഭവം നടന്നത്. ഈ സംഭവം നടക്കുമ്പോഴും ആ സ്പോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു. പെട്ടെന്ന് ലക്ഷ്മി അമ്മൻ്റെ വായിൽ നിന്ന് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് വിളിച്ച് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും ബാബു പറഞ്ഞ ആളും കൂടി ഉണ്ടായിരുന്നു. അപ്പം തന്നെ നെന്മാറ ആശുപത്രി എത്തിച്ചെങ്കിലും നെല്ലിക്കുളങ്ങര അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ശബ്ദം തീരെ ശ്വാസം തീരെ നിലച്ചു പോയത്. നെന്മാറ ആശുപത്രി എത്തിച്ച് അങ്ങനെ ആൾ മരിച്ചു. പിന്നീട് ചെന്താമൻ്റെ പിന്നാലെയായിരുന്നു. ആ 2 ദിവസം രാത്രിയില്ല പകലില്ലാതെ ചെന്താമരൻ്റെ പിന്നാലെയായിരുന്നു ഇവിടുത്തെ യുവാക്കളും ആളുകളും ഉൾപ്പെടെ. എന്നിട്ടും ചെന്താമര കിട്ടിയില്ല. ആ 2-3 ദിവസം ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാതെ പേടിച്ച് വിഭ്രാന്തിയായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ വീടിനകത്ത് കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇനിയും ഇവിടെ കൊല ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കറിയാം, ആ 2 പെൺകുട്ടികൾ, ഒരു കുടുംബത്തിലെ അമ്മ, അച്ഛൻ, അതേപോലെ തന്നെ അമ്മാമ്മ ഉൾപ്പെടെ ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊന്നും ഒരാളിനെ കൊണ്ട് തീർക്കാൻ കഴിയില്ല. ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പിന്നീട് എന്തായാലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ട്. എന്നിരുന്നാലും വിധി വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് തൂക്കിക്കൊല്ലാൻ ചെന്താമരയെ. കാരണം ഇനി ഇവിടെ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊലപാതകം നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇനിയും കുറേ പേര് ഇപ്പോൾ ഈ കേസിനകത്ത് തന്നെ കുറേ പേര് മൊഴി കൊടുത്തിട്ടുണ്ട്, സാക്ഷി മൊഴികളായിട്ടുണ്ട്. ഇതെല്ലാം കോടതി വെച്ചിട്ട് തന്നെ ചെന്താമര മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ചെന്താമരയ്ക്കെതിരെ സാക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം അയാൾ മുന്നിൽ വെച്ച് പറയുന്ന സമയത്ത് അയാളെല്ലാം നമ്മളെ ഉൾപ്പെടെ ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ സാക്ഷി പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ കൊല ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൊലപാതകത്തിന് സാക്ഷിയായ അംഗനവാടി അധ്യാപിക മീനാകുമാരിയും ഭയന്ന് നാടുവിട്ടു പോവുകയും പിന്നീട് തിരിച്ചുവരികയും ചെയ്ത ബിന്ദുവും തങ്ങളുടെ ആകുലതകൾ പങ്കുവച്ചു. ഇപ്പോഴും പറയുന്നുണ്ട് ബിന്ദുവിനെ കൊല്ലണം, മൈമൂനെ കൊല്ലണം, ശിവരാജനെ കൊല്ലണം എന്നുള്ളതാണ്. ഇപ്പോൾ പുഷ്പനെ കൊല്ലണം എന്നാണ് ഇവൻ്റെ അഭിപ്രായം നിൽക്കുന്നത്. വിട്ട് കഴിഞ്ഞാൽ അവരെയൊക്കെ കൊല്ലും. എൻ്റെ പേരിൽ പറയുമ്പോൾ സജിതയ്ക്ക് സൈഡ് നിൽക്കണു. സജിത എവിടെ പോവുകയാണെങ്കിലും ഞാനും കൂടെ പോകണു. അപ്പോൾ ഇവർ 2 പേരും കൂടി പോണത് അവനെ ചെയ്യാൻ പോവുകയാണ്, ചെയ്വനയ്ക്ക് പോവുകയാണ്. ഇതാണ് അവൻ്റെ ആകെ സംശയം. വധശിക്ഷ വന്ന് വളരെ സന്തോഷമാണ്. തൂക്കി കൊല്ലണം. ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിരിക്കണം. ആ കുട്ടികൾ ഇന്ന് അനാഥ പോലെ അവരും വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പേടി കൊണ്ട് പുഷ്പ പോയി. ഇവിടെ ആരുമില്ല. ഈ 4-5 വീട് ഇപ്പോൾ ഒഴിഞ്ഞ് തൂന പൊത്തിയിട്ട് ഞങ്ങൾക്കും കൂടി പേടിയായിട്ടിരിക്കുകയാണ്. ഇപ്പം ജയിൽ ചാടി വന്നാൽ കൂടിയിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങളുടെ പൂച്ച തന്നെ. വളരെ വളരെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിധി വന്നതിൽ. കാരണം ഇവിടെ കുട്ടികളുടെയും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും പൊതുവേ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ വിധി വന്നതുകൊണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 2ാമത്തെ വധശിക്ഷ ചെയ്തത് തന്നെ ഞാൻ ദൃക്സാക്ഷിയായിട്ട് നമ്മളിവിടെ കണ്ടതാണ് ഫസ്റ്റിൽ. കാരണം ഇവിടെ വന്ന 9:30 വരുമ്പോൾ ഇവിടെ ഒരു ആൾക്കാരും ഇല്ല, എല്ലാവരും പണിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് വേഗം ഓടിക്കൊണ്ട് വരുന്നു. ഞാനാണ് ഇവിടെ വന്ന് ഫസ്റ്റ് കണ്ടത് ആ കിടപ്പും. അത് കഴിഞ്ഞ് ഈ അമ്മ മരിച്ച പേര് ഞങ്ങൾക്കറിയില്ല. അപ്പം തന്നെ ഞാൻ മനുവിനെ വിളിച്ചു പറഞ്ഞു, പിന്നെ അവൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ വന്നു.
പിന്നെയാണ് ജനങ്ങളെല്ലാവരും കൂടിയിട്ട് വന്നത്. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപൂർവമായിട്ടൊരു എന്താ പറയുക, വലിയ വിഷമത്തോടു കൂടിയാണ് ആ കാഴ്ച കണ്ടത്. എന്തായാലും ഇങ്ങനെ ഒരു വിധി ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിന് ജഡ്ജിനോടും എല്ലാവരോടും പ്രത്യേകം നന്ദി ഏർപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതും ശരിയാകണം. പിന്നെ പരമാവധി ആ ഒരു കുട്ടിക്ക്, ഇപ്പോൾ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയും കൂടിയുണ്ട്, അവർക്കും എന്തെങ്കിലും ഗവൺമെൻറ് ഒരു ജോലി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെയും ഈ നാട്ടുകാരൻ്റെയും പ്രത്യേക അപേക്ഷ. അതൊന്ന് എല്ലാവരും കൂടെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നാട്ടുകാരിയായ ലക്ഷ്മിക്കും ചെന്താമരയുടെ ക്രൂരതകളെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. ജയിലിലിട്ടാലും ചെന്താമര ജയിൽ ചാടുമെന്നാണ് ലക്ഷ്മി അമ്മയെ പോലെയുള്ളവർക്ക് പറയാനുള്ളത്. തൂക്കാൻ തന്നെ വിധിച്ച് തൂക്കി കൊല്ലണം ഉറപ്പായിട്ടും. മക്കളിനെ അധോഗതിയാക്കി. മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തേ തീരൂ ഗവൺമെൻറ്റിൽ നിന്ന്. ആ ചെറിയ കുട്ടി എന്ത് ചെയ്യും? എത്രത്തോളം വീട്ടുകളിലെ ആരാധനത്തിലിരിക്കും, വലിയമ്മൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, കാര്യമൊക്കെ തന്നെ എത്രത്തോളം ഇരിക്കും. തൂക്കാൻ തന്നെ വിധിക്കണം. ആ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആവർത്തിക്കണം. സത്യമായിട്ടും പാവങ്ങൾ മനസ്സമാധാനമായി. കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഞങ്ങൾക്ക് ഇത്തിരി മനസ്സമാധാനമായി. ഞങ്ങളുടെ ഉമ്മറത്തൂടെയാണ് അപ്പോൾ വന്നപ്പോൾ കുളിക്കാൻ വരുന്നത്. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ വേഗം വീട്ടിനുള്ളിൽ കയറും പേടിച്ചിട്ട്. പിന്നെ കുളിച്ച് വരുമ്പോഴും അയാളുടെ നിഴൽ കണ്ട ഞാൻ വീട്ടിനുള്ളിൽ കയറും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഇതാ കൊന്നേ പറഞ്ഞിട്ട് വരുന്നു, താളിച്ച് കിടക്കണം. ദൈവമേ. 20 ലക്ഷം രൂപ സുധാകരന്റെ മക്കൾക്ക് നൽകാനുള്ളത് ആശ്വാസമാണ്. പക്ഷേ സ്വത്തൊന്നുമില്ലാത്ത പ്രതി അതെങ്ങനെ നൽകാനാണെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.